ഗുഡ് മോർണിംഗ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ ഒരു സമയത്ത് വണ്ടി ഓടിച്ചിട്ടുള്ളത്. എവിടേക്കാണ് പോകണമെന്ന് അറിയണ്ടേ? വാ കാണിച്ചരാം. കഴിഞ്ഞ നവംബറിലെങ്ങാനും പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. എല്ലാം കൊണ്ട് പോവാൻ പറ്റിയൊരു സമയം ഇതാണെന്ന് തോന്നി. അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്രയിലിടയ്ക്ക് സ്റ്റെപ്പിനില്ല എന്ന് കാരണം ഒരു ടയർ വാങ്ങാൻ വേണ്ടി നിർത്തുക. പെട്ടെന്നൊരു പ്ലാനിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി സെറ്റാക്കി രാവിലെ തന്നെ വണ്ടി എടുത്തു. ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വേണം പോകാൻ. രാവിലെ 6:30 മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത്. ഉറക്കം വരും. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതല്ലേ? ഇപ്പോൾ ടയർ പീടിയ. ഇത് സ്ഥലം പറഞ്ഞോണ്ടോ എനിക്കറിയില്ല. ഞാൻ ഈ വഴിക്കൊന്നും ഒരു പരിചയമില്ല. വഴിക്കടവ് എത്തണം. നമുക്ക് അവിടെ ചായ കുടിച്ചു. ഇത്ര സമയം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചായ പിടിക്കും. ഹോട്ടലിൽ അതാണ് പ്രശ്നം. അതൊക്കെ തന്നെയാണ് പ്രശ്നം. അങ്ങനെ ടയറും മാറ്റി. സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. ഓക്കെ, ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. താറാവ് നല്ല ചൂടുള്ള ഒരു അയില നമുക്ക് 1.5 അയിലുണ്ടല്ലോ. ആഹാ, കണക്കുകൾ കൂട്ടുന്ന ബിനോയൻ. ബൈ ഈ വണ്ടി ഓടിക്കുന്ന ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. മുപ്പര പേരാണ് വിവേക്. ബിനോയേട്ടൻ്റെ കസിനാണ്. എനിക്ക് എഴുതാനല്ല അറിയാം സാറേ, വായിക്കാനറിയില്ലല്ല. എല്ലാവരും ഈ മസനഗുഡി വഴി ഊട്ടി എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലാതെ പോയി നോക്കിയതായിട്ട് ആരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഊട്ടി വഴി മസനഗുഡിക്കൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു.
ഫോട്ടോ എടുക്കണം, അത് നിർബന്ധം. എന്താ അറിയാം, ഇത് മരം, പേരക്ക മരം. ഏയ്ഷ്. ആ ബസ് അവിടെ നിന്ന് കഴിച്ചില്ലായോ? ചോദിച്ചിട്ടൊക്കെ എടുക്കട്ടെ. ഇവിടെ അടിപൊളി വീട്. യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെ ഞങ്ങളെ ഈ ഡ്രൈവർ കൊണ്ടുപോയി. സ്പൾബർഗ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. ഒന്നല്ല രണ്ടെണ്ണം. റോഡ് പണി പാവം, ഒരു വെയിലത്ത് നിന്നിട്ട് കഷ്ടപ്പെടുന്ന ജനസമൂഹം. ഒരാളപ്പുറത്ത് ഒരാൾ നോക്കിക്കാടോ. കുതിര. ട്രീ പാർക്ക്. ഓഹോ, ഊട്ടിപ്പട്ടിൻ്റെ ഒറ്റക്കെട്ടണ സുണ്ണാവാട. ഓക്കെ ബൈ. ഓടാൻ അറിയുന്നു. ഇതാണ് ഊട്ടിയിലെ കുതിരകൾ. ഊട്ടിയിലെ മരം. ഇതെന്ത് മരം പറഞ്ഞേ? ഇതെന്ത് മരം പറഞ്ഞേ? പൈൻ മരങ്ങളാ. അതിൻ്റെ കൊണ്ടിരിക്കും കാറ്റാടിത്തണലും. പൈൻമരത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ടാ? അല്ല അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച വേറെ എന്തെങ്കിലും. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ഓടി വരുന്നോ പിന്നാടാ? പിന്നാടാ ഞാൻ ടൈം ലാപ്സിൽ എടുത്തോളാം. ലാലേട്ടന് മാത്രമേ ഉള്ളൂ ഓടാൻ കഴിയില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ വെയിൽ അങ്ങനെ അങ്ങോട്ട് ഏശണില്ല, കണ്ണിന് മാത്രമേ ബാധിക്കുന്നുള്ളൂ, കാറ്റുള്ളതുകൊണ്ട്. നമ്മളെ വാഹനം അവിടെ കിടക്കും. അയ്യോ ബസ്
എങ്ങനെ അല്ല അതാ കുറങ്ങൻ. ഇത് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. പൈനാപ്പിളിന്റെ ടേസ്റ്റ് അല്ലാണ്ട് മാങ്ങിന്റെ ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി പക്ഷെ അപാര പൈസ ഉണ്ടല്ലോ. 40 രൂപ. നല്ല ഒന്ന് വാങ്ങിച്ചിട്ട് 9 കൂടെ കച്ചവടം തുടങ്ങിയാലോ? നമുക്ക് കച്ചവടം ഉണ്ടാവും മുപ്പത്തി അവിടെ ഇരുന്ന് തിന്നോളാൻ പറഞ്ഞപ്പോഴേക്ക് തോന്നിയത്. പ്ലീസ് ഡൗൺ ഇരുന്ന് സാപ്പിടലാം. അങ്ങനെ വണ്ടി ഏകദേശം ഊട്ടിയെത്താറായി. ഹൈദരാബാദ് ബിരിയാണി ഹൗസ്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഊട്ടിയിൽ ഏതോ മലമൂട്ടിലെത്തി പറഞ്ഞു. വണ്ടി പാർക്ക് ചെയ്തോ, സാധനങ്ങളൊക്കെ എടുത്തോ. ആ this is the location. ഇതാണ് നമ്മൾ വന്ന സ്ഥലം, ഊട്ടീൻ്റെ അകത്ത്. അങ്ങനെ ഊട്ടിയിലെത്തി. ഇനി റൂം ഇവിടെ ആയിരിക്കും മിക്കവാറും താമസം, അല്ലെങ്കിൽ ചിലപ്പം പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. എങ്ങനെയായാലും ഒന്ന് കയറി ഒന്ന് ഫ്രഷായി വന്നിട്ട് ചെറുതായിട്ടൊന്ന് കിടക്കട്ടെ. എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. പറയൂ, എവിടെ എത്തിപ്പോ? അങ്ങനെ പറയല്ലോ, ഇതിൽ പറയും.